മുനമ്പത്തേക്ക് നമ്മുടെ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു എത്തുകയാണ്. ഒടുവിൽ അദ്ദേഹത്തോടൊപ്പം സുരേഷ് ഗോപിയും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും. മുനമ്പത്തുകാർക്ക് ഒരുപക്ഷെ അതൊരു വലിയ ആഘോഷമായിരിക്കും. കിരൺ റിജ്ജു വരുന്നതും അവരോട് നേരിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നതും അവരെ കാണുന്നതും ഒക്കെ. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും? അതായത് മുനമ്പത്തെ വിഷയം BJP അല്ലെങ്കിൽ BJP രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മുനമ്പത്തെ വിഷയത്തിന്റെ അകത്ത് അവർ എടുത്ത സ്ട്രെയിന്റെ പ്രയോജനം അവർക്ക് കിട്ടത്തക്ക രീതിയിൽ അവരത് ഏറ്റവും വലിയ വലിപ്പത്തിൽ രാഷ്ട്രീയ ലാഭം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ലോകസഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ചപ്പോൾ വളരെ കൂടുതൽ സമയം മുനമ്പത്തെ വിഷയത്തിന് വേണ്ടി കൂടിയാണ് ഈ ബില്ലെന്ന് പറയാഞ്ഞ കിരൺ റിജ്ജു തന്നെ അവിടെ വന്നിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റി നേരിട്ട് പറയാൻ പോവുകയാണ്. അപ്പൊ അന്ന് തൊട്ട് ഈ പാർലമെന്റിനകത്ത് ഈ ബില്ല് പാസ്സായപ്പോ തൊട്ട് അതുവരെ ഇതിനകത്തൊരു അഭിപ്രായം പറയാതിരുന്നതും, അല്ലെങ്കിൽ അതുവരെ രഹസ്യമായിട്ട് ഈ ബില്ല് പാസ്സാകാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള പണി ചെയ്തിട്ടുള്ളതും, രഹസ്യമായിട്ടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ രഹസ്യമായിട്ടും ഇന്ത്യയിലുടനീളം പരസ്യമായിട്ടുമായിരുന്നു. കേരളത്തിൽ രഹസ്യമായിട്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ വോട്ട് ബാങ്ക് ആണല്ലോ ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക്. അത് UDF അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരണമെങ്കിൽ ആ വോട്ട് ബാങ്കിനകത്ത് വിള്ളൽ വന്ന് അവർക്ക് അധികാരത്തിൽ വരുന്നതിനുള്ള സാധ്യത കുറയും. അപ്പൊ ഇവിടെ രഹസ്യമായിട്ട് ഒരു നീക്കം മുസ്ലിങ്ങൾ അനുകൂലമായിട്ട് നിന്നു കൊടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ബാക്കി കോൺഗ്രസിന്റെ നേതാക്കന്മാരും, അല്ലെങ്കിൽ അതിനകത്തൊരു വ്യക്തമായ അഭിപ്രായം കൃത്യമായി പറയാതിരുന്ന ഇടതുപക്ഷവും, അല്ലെങ്കിൽ അവരും സഹായിച്ചുകൊണ്ട് നിന്നത് മുസ്ലിങ്ങൾക്കാകുമ്പോൾ അതിനകത്തു നിന്നെല്ലാം ഈ രണ്ട് പേരുടെയും അല്ലെങ്കിൽ അവർ ഇല്ലാത്ത സമയത്ത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ നിന്ന് ആ വിഷയം ഈ ലോകസഭയിൽ ഏറ്റവും താല്പര്യമെടുത്ത് മുനമ്പത്തെ വിഷയത്തിനകത്ത് വലിയ താല്പര്യമെടുത്ത് പാസ്സാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നതിന് വേണ്ടിയാണ്. രണ്ടാമത് ഇതിനകത്ത് ഇവർക്ക് ഇപ്പോഴും ഒരു ഈ നിയമക്കുരുക്ക് പറഞ്ഞ് നിൽക്കുകയാണ്. കാരണം അപ്പം കോൺഗ്രസ്സുകാർ അന്ന് തൊട്ട് പറയുക, CPM അതിനകത്ത് വലിയ അഭിപ്രായം ഒന്നും പറയുന്നില്ല. CPM അത് സ്ഥാനത്തെ തൊടുന്നത് പോലും ഇല്ല. കാരണം അത് തൊടണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അതിന്റെ ബുദ്ധി. അപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് ഇത് പാസ്സായിട്ട് യാതൊരു ഗുണമില്ല, പാസ്സായിട്ട് യാതൊരു ഗുണമില്ല, പാസ്സായിട്ട് യാതൊരു ഗുണമില്ല, മുനമ്പത്തുകാർക്ക് ഗുണമില്ലെങ്കിൽ ഇവരങ്ങ് സന്തോഷിച്ചാൽ പോരെ. മുനമ്പത്തുകാർക്ക് ഗുണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ലല്ലോ കോൺഗ്രസ് നിങ്ങൾ ഇതുവരെ ചെയ്തത്. പാർലമെന്റിൽ നിങ്ങൾ അത് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ മുനമ്പത്തുകാർക്ക് ഗുണം ഉണ്ടാകത്തില്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് സന്തോഷിച്ചാൽ പോരെ. അപ്പൊ നിങ്ങൾ സന്തോഷിക്കുന്ന ആ സന്തോഷത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ആഹ്ലാദത്തിലാണ് മുനമ്പത്ത് ഗുണമില്ല എന്ന് പറയുന്നത്. മുനമ്പത്തുകാർക്ക് ഗുണമില്ലെങ്കിൽ അവരാ കാര്യങ്ങൾ നോക്കിക്കോളും. മുനമ്പത്തുകാരെ നിയമം പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്ത് സംഭവിച്ചുകൊണ്ടെന്ന് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ പലവട്ടം ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടിയും LDF ഒക്കെ ശ്രമിച്ചതാണെന്നല്ലോ. ഈ വഖഫ് നിയമ ഭേദഗതി വരുന്നതിന് മുമ്പ് ഈ വഖഫായിട്ടുള്ള ഭൂമിയുടെ കാര്യം പറഞ്ഞ് ചെന്നപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ഈ LDF ഒക്കെ ഇത് വഖഫല്ല, വെളിയിൽ വെച്ച് പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഉള്ളവർ പറ്റിച്ചപ്പോൾ ആ മത്സ്യത്തൊഴിലാളികളെ ഇത് വഖഫാണ്, ഇതിനകത്തൊരു മാറ്റം വരണമെങ്കിൽ അതിനകത്ത് ഇവര് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന വഖഫ് നിയമത്തിനകത്ത് ഭേദഗതി ഉണ്ടാക്കി പുതിയ നിയമം വരണം എന്ന് പഠിപ്പിക്കാൻ അവിടുത്തെ പള്ളിയിലച്ചന്മാർക്കും വിദ്യാഭ്യാസമുള്ള അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ മനസ്സിലായത് കൊണ്ട് ആ കാര്യം അങ്ങനെ നടപ്പാകൂ, അതിനു വേണ്ടി ആര് ഞങ്ങളുടെ കൂടെ നിൽക്കും എന്ന് വളരെ പരസ്യമായിട്ട് ചോദിച്ചല്ലേ അവർ നിന്നത്. അതിനുവേണ്ടിയല്ലേ അവർ വോട്ടെടുപ്പിന് മുമ്പ് നിങ്ങളടുത്ത് MP-മാരടുത്ത് തിട്ടൂരം പറഞ്ഞത്. അതും കഴിഞ്ഞിട്ട് അത് പാസ്സായി അതിനകത്ത് Section 2 വെച്ച് മുൻകാല പ്രാബല്യത്തോടെ ഈ വസ്തുവിനെ തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് കൊടുക്കാനുള്ള നിയമം കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് അതില്ല അതൊക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂവിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്നിട്ട് വീണ്ടും കോൺഗ്രസ് പോയേക്കോ വഖഫ് നിയമ ഭേദഗതിക്കകത്ത് ആ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത് സ്റ്റേ ചെയ്യണമെന്ന് കോടതി പോയ ആളാ വീണ്ടും മുനമ്പത്തുകാർക്ക് വേണ്ടി കരയുന്നു. അല്ലെങ്കിൽ മുനമ്പത്തുകാർക്ക് വേണ്ടി മുസ്ലിം ലീഗ് കരയുന്നതിനകത്ത് സംശയം പ്രകടിപ്പിച്ച് അവരിപ്പം അതിനകത്ത് നിയമക്കുരുക്കിനെ പറ്റി അല്ലെങ്കിൽ അവർ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാകുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ സമീപിക്കുമ്പോൾ അതിനകത്ത് മുനമ്പത്തുകാരുടെ പേര് പരാമർശിച്ച് അവിടുന്ന് ആൾക്കാരെ ഇറക്കി വിടരുതെന്ന് മുസ്ലിം ലീഗ് പറയുമ്പോൾ അതിനകത്ത് നിയമക്കുരുക്കിനെ പറ്റി ഇപ്പോൾ അല്ലെങ്കിൽ അതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് സംശയം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മുനമ്പ നിവാസികൾ അല്ലെങ്കിൽ മുനമ്പത്ത് സമരം ചെയ്യുന്ന സമരസമിതി അംഗങ്ങൾ എന്നാണ് നമുക്ക് ഏറ്റവും മനസ്സിലായത്. അപ്പം ഇതൊരു ആഘോഷമാക്കാൻ പോവുകയാണ് BJP.
ആഘോഷത്തിന്റെ കൂടെ ഇപ്പൊ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾ, അതായത് പ്രതിപക്ഷ പാർട്ടികൾ ഈ നിയമത്തിന് യാതൊരു സാധ്യതയും ഇല്ലെന്ന് പറഞ്ഞ് വീണ്ടും പറ്റിച്ചടുത്ത് ഇലക്ഷൻ വരെ കൊണ്ടുപോയി അവരുടെ വോട്ട് തട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമം ജയിക്കുമ്പോൾ അവിടെ കിരൺ റിജുവിനെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഈ കാര്യം അവിടെ ഒരു സുപ്രഭാതത്തിൽ ആരും ഏറ്റെടുക്കാൻ ഇല്ലാത്ത സമയത്ത് അവരുടെ അടുത്ത് വന്ന് ഒരു മാതാവിന്റെ പ്രതിമയും വെച്ച് ഈ വിഷയം ഏറ്റെടുത്ത് പാർലമെന്റിൽ കൊണ്ടുചെന്ന് അവിടുത്തെ ആ വിഷയത്തെ പറ്റി, അവിടുത്തെ വസ്തുവിനെ പറ്റി അതിന്റെ കഥകൾ വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് ആഭ്യന്തരമന്ത്രിയെയും കിരൺ റിജുവിനെയും ഒക്കെ ധരിപ്പിച്ച് അതിന് എങ്ങനെ തീരുമാനം എടുക്കണം എന്നുള്ള വഴി വരെ ഉണ്ടാക്കുന്നതിന് സാധ്യമാക്കി കൊടുത്ത സുരേഷ് ഗോപിയും ഉൾപ്പെടെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അതിനകത്ത് സുരേഷ് ഗോപി വരുമ്പോൾ, കാര്യങ്ങൾ പറയുമ്പോൾ, ഈ നിയമം അനുകൂലമാകുമെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയെ തടയുന്നതിന് വേണ്ടി ആ പ്രതിപക്ഷം ശ്രമിക്കേണ്ടത്, അവരെ പറ്റിക്കാനാ വരുന്നത്. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ ഈ പറയുന്ന ആഘോഷം നടക്കുമ്പോൾ, അല്ലെങ്കിൽ മുനമ്പത്തുക അവരെ ഏറ്റെടുക്കുമ്പോൾ, ഈ ബില്ല് പാസ്സാകുമെന്ന് വരുമ്പോൾ നിങ്ങൾ ഇപ്പോഴീ പറയുന്ന കാര്യങ്ങൾ അതിനുശേഷം അവിടെ ചെന്ന് മുനമ്പത്തുകാരോട് മൈക്ക് വെച്ച് കെട്ടി, അല്ലെങ്കിൽ അവരോട് സംബന്ധിച്ച് ഈ നിയമത്തിനകത്ത് ഇന്ന പഴുതുകൾ, അല്ലെങ്കിൽ ഈ നിയമം പാസ്സാകുന്നതിന് മുനമ്പത്തിന് പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നില്ല എന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തന്റെ ഉണ്ടോ? എവിടെങ്കിലുമൊക്കെ ഇരുന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ വോട്ട് പോകുമെന്ന് കണ്ട് അത് BJPക്ക് കിട്ടും എന്നുള്ള സാധ്യത വന്നപ്പോൾ മുനമ്പത്തുകാരെ BJP വീണ്ടും പറ്റിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയം കളിക്കാൻ ഇവിടുത്തെ UDF ഏറ്റവും കൂടുതൽ ശ്രമിക്കുമ്പോൾ വീണ്ടും ഒരു കമ്മീഷനെ വെച്ച് ഇതിനകത്ത് ഞങ്ങൾ ഇടപെടുന്നു, മുനമ്പത്തുകാർക്ക് വേണ്ടി ഇടപെടുന്നു എന്ന് മുനമ്പത്തുകാരെ വീണ്ടും പറ്റിക്കാൻ ഇവിടുത്തെ LDF ശ്രമിക്കുമ്പോൾ ഈ വിഷയം ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയം സുരേഷ് ഗോപി ഏറ്റെടുത്ത്, BJP ഏറ്റെടുത്ത്, കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്ത് പാർലമെന്റിൽ പ്രത്യേക അമെന്റ്മെന്റ് കൊണ്ടുവന്ന് മുൻകാല പ്രാബല്യത്തോടു കൂടി പാസ്സാക്കി എടുത്തു എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അതിന്റെ ആഘോഷമാണ് കിരൺ റിജുവിനെ കൊണ്ടുവന്ന് അവിടെ നടത്തുന്നതിന് വേണ്ടി മുനമ്പത്തുകാർ തീരുമാനിച്ചത്. 9-ാം തീയതി കിരൺ റിജു വരുമെന്ന് പറഞ്ഞിരുന്നു. 9-ാം തീയതി അദ്ദേഹത്തിന് വേറെ അതിനെ ഈ വലിയ ചില അത്യാവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് അത് ഡേറ്റ് മാറ്റുന്നു. അപ്പോൾ കിരൺ റിജു വരുന്ന ഡേറ്റ് വരെ ആഘോഷങ്ങൾ പോലും മാറ്റിവെക്കുന്നതിന് വേണ്ടി അവിടുത്തെ മുനമ്പം നിവാസികൾ തയ്യാറാകുമ്പോൾ ഇവിടുത്തെ ഏത് പ്രതിപക്ഷവും, ഏത് ഇടതുപക്ഷവും, ഏത് മുനമ്പം സംരക്ഷണ സമിതിയും, മുസ്ലിം ലീഗും ഒക്കെ ഇവരെ പറ്റിക്കാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. അവർ ഈ നിയമം, പാർലമെന്റിൽ പാസ്സാക്കിയ നിയമം സെക്ഷൻ 2 എന്ന വകുപ്പ് വളരെ കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കി അവർക്കത് പ്രയോജനം ചെയ്യുമെന്നും അവർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടുമെന്നും ആ ഭൂമി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പല അവസരത്തിൽ പല ആൾക്കാരടുത്ത് അവർ വോട്ട് ചെയ്ത് MLA ആക്കിയവരും MP ആക്കിയവരുടെയും അടുത്ത് ചെന്നപ്പോൾ പുറംതിരിഞ്ഞു നിന്നതും അവർ സുരേഷ് ഗോപി അവിടെ വന്നതും BJP ഏറ്റെടുത്തതും അത് പാർലമെന്റിൽ പാസ്സാക്കി അവരുടെ കിടപ്പാടം സംരക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് അവരാണെന്ന് കണ്ടാണ് കിരൺ റിജുവിനെ ഏറ്റെടുക്കുന്നത്, രാജീവ് ചന്ദ്രശേഖരനെ ഏറ്റെടുക്കുന്നത്, സുരേഷ് ഗോപിയെ ഏറ്റെടുക്കുന്നത്, BJP ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷമേ, നിങ്ങൾക്ക് ഇനിയും കള്ളം പറഞ്ഞ് മുനമ്പം നിവാസികളുടെ മുന്നിലേക്കോ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മുന്നിലേക്കോ ചെല്ലുവാൻ സാധിക്കത്തില്ല. അവർ വോട്ട് ചെയ്തുവോ വോട്ട് ചെയ്യത്തില്ലയോ എന്നുള്ള കാര്യത്തെ പറ്റി പറയാൻ ഞാനാളല്ല, അത് അവരുടെ മൗലികാവകാശമാണ്. ഏതായാലും മുനമ്പം നിവാസികളോടും കേരളത്തിലെ ക്രിസ്ത്യാനികളോടും മതേതരത്വം ഒക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ പഴയതുപോലെ നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് UDF പറഞ്ഞാൽ അങ്ങ് വിശ്വസിച്ചു പോകുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹം ഇന്ന് കേരളത്തിൽ ഇല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ക്രിസ്ത്യാനികളുടെയും മതമേതരന്മാരുടെയും പ്രസ്താവനകൾ കൊണ്ട് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഏതായാലും മുനമ്പം നിവാസികൾ ആഘോഷത്തിലാണ്, അവരെല്ലാം BJPയിലുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.